വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യൂദയായുടെ രാജാവായ അമാസിയ ഇസ്രായേലിലെ രാജാവായ യഹോവാഷിനെ കൂടിക്കാഴ്ചയ്ക്ക് ദൂതന്മാരെ അയച്ചുവെങ്കിലും അതിന് പുറപ്പെടാതെ ഇസ്രായേൽ രാജാവായ യഹോവാഷ് അമാസിയായുമായി ഏറ്റുമുട്ടി. യൂദാ രാജാവായ അമസിയായെ ബന്ധിച്ച് ജെറുസലേമിൽ കൊണ്ടുവന്നു. അവൻ ദേവാലയത്തിലെയും രാജഭണ്ഡാരത്തിലെയും സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊള്ളയടിച്ചു. തടവുകാരെയും സമരയിലേക്ക് കൊണ്ടുപോയി. യൂദാ രാജാവായ അമസിയ ഇസ്രായേൽ രാജാവായ യഹോവാഷിൻ്റെ മരണശേഷം 15 കൊല്ലം ജീവിച്ചു. ജെറുസലേമിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നതറിഞ്ഞ് അവൻ ലാഖീഷിലേക്ക് പലായനം ചെയ്തു. അവർ അമാസിയായെ ലാഖീഷിൽ വെച്ച് വധിച്ചു. അനന്തരം യൂദാ നിവാസികൾ 16 വയസ്സുള്ള ഉസ്സിയ എന്നുകൂടി വിളിക്കപ്പെടുന്ന അസ്രിയ രാജകുമാരനെ പിതാവായ അമസിയായുടെ സ്ഥാനത്ത് യൂദയായുടെ 9ാമത്തെ രാജാവായി അവരോധിച്ചു. അസറിയ ഏലാത്ത് വീണ്ടെടുത്തു, പുതുക്കിപ്പണിതു. ഇതേസമയം ഇസ്രായേൽ രാജാവായ യഹോവാഷിൻ്റെ പുത്രൻ ജെറോബോവാൻ രണ്ടാമൻ സമറിയായിൽ ഇസ്രായേലിൻ്റെ 13ാം രാജാവായി ഭരണം തുടങ്ങി. അവൻ 41 വർഷം ഭരിച്ചു. അവനും കർത്താവിൻ്റെ ദൃഷ്ടിയിൽ തിന്മ പ്രവർത്തിച്ചു. അവൻ ഇസ്രായേലിൻ്റെ അതിർത്തി ഹമാത്ത് കവാടം മുതൽ അരാബ കടൽ വരെ പുനഃസ്ഥാപിച്ചു. ഇത് യോനാ പ്രവാചകൻ വഴി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്തതനുസരിച്ചായിരുന്നു. ഇസ്രായേലിൻ്റെ നാമം ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന് കർത്താവ് പറഞ്ഞിരുന്നില്ല. ജെറോബോവാം രണ്ടാമൻ്റെ മരണശേഷം പുത്രൻ സഖറിയ ഇസ്രായേൽ രാജ്യത്തിൻ്റെ 14ാം രാജാവായി ഭരണമേറ്റു. അവൻ ജെറുസലേമിൽ 52 വർഷം ഭരിച്ചു. അവനും കർത്താവിനെതിരെ തിന്മ ചെയ്തു. കർത്താവ് രാജാവിനെ ശിക്ഷിച്ചു. അവൻ കുഷ്ഠരോഗിയായി. മരണം വരെ അവൻ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് താമസിക്കേണ്ടി വന്നു. പുത്രൻ യോഥാം കൊട്ടാരത്തിൻ്റെ അധിപനായി രാജ്യഭരണം നടത്തി. അസറിയയുടെ മരണത്തിനു ശേഷം യോഥാം യൂദയായുടെ 10ാമത്തെ രാജാവായി. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.